ഇന്ന് നമ്മൾ RCCB ട്രിപ്പ് പരിഹരിക്കാൻ എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ തെന്മലയ്ക്കടുത്തുള്ള ഇടമൺ 34 നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു RCCB ട്രിപ്പിംഗാണ്. ബിജുവിൻ്റെ വർക്ക് 100% പെർഫെക്റ്റ് ആണ്. ഹായ് നമസ്കാരം, ഞാൻ ബിജു ഓർജിൻ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ RCCB ട്രിപ്പിംഗ് പരിഹരിക്കാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ല തെന്മലയ്ക്കടുത്തുള്ള ഇടമൺ 34 ഈ കംപ്ലൈന്റ് പരിഹരിക്കാൻ നമ്മളിവിടെ എത്തുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ വീട്ടുകാർ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് നമ്മളോട് സംസാരിച്ചതിന് ശേഷം അവിടുത്തെ ഇലക്ട്രീഷ്യനെ കൊണ്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് നോക്കിച്ചിട്ട് നമ്മളെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മളെ വീണ്ടും കോൺടാക്ട് ചെയ്യായിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ 8:30 മണിക്ക് നമ്മളിവിടെ എത്തി. നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ DB ബോക്സിന്റെ കവറൊക്കെ ഇളക്കി വെച്ചിരിക്കുകയാണ്. തലേ ദിവസം അവരുടെ ഇലക്ട്രീഷ്യൻ ഈ ട്രിപ്പിങ്ങിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. മഴയുടെ കാരണം കൊണ്ടോ സമയം തികയാത്തതോ ഒക്കെ മൂലം അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. 3 പീസ് സപ്ലൈ ഉള്ള വീടാണ്. നമ്മൾ അത് DBയിൽ പരിശോധിച്ചപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ DB ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സപ്ലൈയിലെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം കൃത്യമായിട്ട് തന്നെയുണ്ട്. വയറിംഗിന്റെ ടോട്ടൽ ഇൻസുലേഷൻ വാല്യൂ നോക്കിയപ്പോൾ 0 മെഗാഓം ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ഇൻസുലേഷൻ ടെസ്റ്റിന്റെ ആവശ്യത്തെ പറ്റിയും ഇൻസുലേഷൻ വാല്യൂ 0 ആയാലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ വീട്ടുകാരെ നന്നായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിനുശേഷം എവിടെയൊക്കെയാണ് ഈ കംപ്ലൈന്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയാണ്. നമ്മൾ DBയിൽ ഓരോ സർക്യൂട്ടായിട്ട് അഴിച്ച് സെപ്പറേറ്റ് ചെയ്ത് നിർത്തി ഇൻസുലേഷൻ വാല്യൂ ചെക്ക് ചെയ്ത് വരുന്നതിനിടയ്ക്ക് ഒരു ബെഡ്റൂമിലേക്കാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് പോകുന്നതെന്ന് കണ്ടു. നമ്മളത് പരിശോധിച്ച് വന്നപ്പോൾ അവിടെ ഒരു BLDC ഫാൻ ഉണ്ട്. ആ BLDC ഫാൻ വർക്ക് ചെയ്യുന്നെങ്കിലും അവിടെ അതിന്റെ സർക്യൂട്ട് ബോർഡിനോ അല്ലെങ്കിൽ വൈൻഡിങ്ങിനോ എന്തോ പ്രശ്നം വന്നിട്ട് അതിനെ താൽക്കാലികമായിട്ട് ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും DBയിലെ ഇൻസുലേഷൻ വാല്യൂ നോക്കുമ്പോൾ അടുത്ത സർക്യൂട്ടിലും ഒരു 0 ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ആ ഒരു കംപ്ലൈന്റിന്റെ പുറകെയാണ്. ഇത്തവണ നമ്മൾ പരിശോധിച്ച് വന്നപ്പോൾ തൊട്ടടുത്ത റൂമിലെ ഫുഡ് ലാമ്പിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിലെ ഫുഡ് ലാമ്പ് ജോയിന്റ് ചെയ്തിരിക്കുന്ന ഇൻസുലേഷൻ പോയിട്ട് അത് മെറ്റൽ ബോക്സുമായിട്ട് തട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ ലീക്കേജിന് കാരണമായിട്ടുള്ള ഈ ഒരു ജോയിന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ട് വീണ്ടും DBയുടെ ഓരോ സർക്യൂട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യും. വീണ്ടും നമുക്ക് ഇൻസുലേഷൻ വാല്യൂ 0 കാണിക്കുന്ന ഒരു സർക്യൂട്ട് കൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഇൻസുലേഷൻ വാല്യൂ കുറവ് കാണിക്കുന്നത് ഔട്ട്സൈഡിലെ ലൈറ്റുകൾക്കാണ്. മതിലിലെ ലൈറ്റ് ഉണ്ട്, ഗാർഡൻ ലൈറ്റ് ഉണ്ട്, ഗേറ്റ് ലൈറ്റ് ഉണ്ട്, ഇതൊക്കെയാണ്. വീടിനുള്ളിലെ സ്വിച്ച് ബോർഡിൽ നിന്നും ഔട്ട്സൈഡിലേക്ക് 3-4 സ്വിച്ച് കൺട്രോളിംഗ് പോകുന്നുണ്ടെങ്കിലും മണ്ണിനടിയിൽ PVC ടീയും അതുപോലുള്ള ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സർക്യൂട്ടുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ലൈറ്റിലേക്കും. അതുപോലെ തന്നെ സാധാരണ PVC ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ചിട്ടാണ് അണ്ടർഗ്രൗണ്ടിൽ വയറിംഗ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വയർ പെട്ടെന്ന് ഡാമേജ് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. മതിലിലെയും ഗാർഡനിലേക്കും 1-2 ലൈറ്റുകൾ ഒഴിവാക്കി ബാക്കിയുള്ള ലൈറ്റുകൾ അവർക്ക് ഉപയോഗിക്കാൻ പരുവത്തിനാക്കി കൊടുത്തു. ഇനി നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അത് ഫ്രിഡ്ജ് ആവാം, AC ആവാം, വാഷിംഗ് മെഷീൻ ആവാം, ഹീറ്റർ ആവാം, ഒരു എക്സ്റ്റൻഷൻ കോഡ് വയർ ആകാം, മൾട്ടി സോക്കറ്റ് ആവാം. ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇതിനിടയിൽ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നമ്മുടെ വർക്കിനെ അത് സാരമായിട്ട് ബാധിച്ചു. എന്ത് തന്നെയായാലും രാവിലെ 8:30 മണിക്ക് തുടങ്ങിയ വർക്ക് രാത്രി ഒരു 8 മണിയോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിപ്പവും ഉപകരണങ്ങളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. രാവിലെ നമ്മൾ കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് DBയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇൻസുലേഷൻ വാല്യൂ 0 മെഗാഓം ആയിരുന്നു. നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ DBയിൽ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2.6 മെഗാഓം ആണ്. ഇത്രയും നല്ലൊരു ഇൻസുലേഷൻ വാല്യൂ കിട്ടുന്ന ഒരു വയറിങ്ങിന് ഒരു കംപ്ലൈന്റും ഇല്ലാതെ വർഷങ്ങളോളം നിലനിൽക്കും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നതാണ് വീടിൻ്റെ വയറിങ്ങിൻ്റെ പ്രശ്നങ്ങളും കാര്യമായിട്ട്. പക്ഷേ രാവിലെ 8:30-ക്ക് തന്നെ കൃത്യമായിട്ട് വന്ന് രാത്രി 8 മണിക്ക് ആയപ്പോഴത്തേക്ക് എല്ലാം കണ്ടുപിടിച്ച് എല്ലാ കംപ്ലൈൻറ്റുകളും കണ്ടുപിടിച്ച് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു. 100% ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഇതുപോലെ RCCB ട്രിപ്പിംഗുമായിട്ട് നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ BS ഇലക്ട്രിക്കൽസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. BS ഇലക്ട്രിക്കൽസിന്റെ 9645540075 ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ RCCB ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് ഏത് സമയത്തും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ലളിതമായി മലയാളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾക്കും ഇതുപോലെ ഇലക്ട്രിക്കൽ കംപ്ലൈന്റുകൾ പരിഹരിച്ച് നല്ലൊരു ഇലക്ട്രീഷ്യൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് അറിയാനായിട്ട് ഈ വീഡിയോയുടെ മുകളിൽ കാണുന്ന 9645540075 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.